വളരെ യാദൃച്ഛികമായും അസാധാരണമായും രണ്ടാം ഊഴം എന്ന പേരിൽ ഒരു തുടർ ഭരണം കിട്ടിയിട്ടും അതിൽ സംതൃപ്തി അടയാതെ മൂന്നാം ഊഴത്തിലേക്ക് പ്രവേശിക്കാൻ ഏത് രാഷ്ട്രീയ കുതന്ത്രങ്ങളും പാലിക്കാൻ മടിയില്ലാത്ത ഒരു CPM-നെയാണ്, ഒരു CPM സർക്കാരിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മാർഗം ഉപയോഗിച്ചും 11ാം വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടി പലതരങ്ങളിലായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതുസമൂഹത്തെ കയ്യിലെടുക്കുവാൻ സാധാരണക്കാരായ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ വശീകരിക്കുവാൻ എന്തെല്ലാം സാധിക്കും, ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നുള്ള വഴികളാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് കാലത്ത് നടത്തിയതായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെ മാത്രമാണ് ശ്രീ പിണറായി വിജയന് രണ്ടാം ഊഴം ഒരു തുടർ ഭരണമായി കിട്ടാനിടയായത് എന്ന് സാധാരണ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അന്നത്തെ പ്രത്യേകമായ അത്യഭൂതപൂർവമായ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് പലതരത്തിലുള്ള സൗജന്യങ്ങൾ നൽകിയും വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകിയും അവരെ തെറ്റിദ്ധരിപ്പിച്ചുമൊക്കെ ഈ സർക്കാരില്ലെങ്കിൽ ആകെ കൂടെ തകരാറാകുമെന്നുള്ള തെറ്റായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് രണ്ടാം ഊഴത്തിലേക്ക് പ്രവേശിച്ച പിണറായി സർക്കാരാണ് ഇപ്പോൾ മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്നതിനായി ചില ചെപ്പടി വിദ്യകൾ കാട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ കേൾക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ നൽകുന്ന 1600-ൽ നിന്നും 2000-ആയി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നോക്കണം, ഇപ്പോൾ ഇതാ 4-5 മാസത്തിനുള്ളിൽ കേരളത്തിലെ ആകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം 4 മാസങ്ങൾ കഴിയുമ്പോൾ 2026 മാർച്ച് ഏപ്രിലാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. അപ്പോൾ ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സർക്കാർ ഖജനാവിന്റെ അടിത്തറ ഇളക്കുന്ന മട്ടിൽ ആനുകൂല്യങ്ങൾ വാരി വിതറാനായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. സാധാരണക്കാരന് അത്യാവശ്യം വേണ്ട സേവനങ്ങൾ പോലും യഥായോഗ്യം നൽകാൻ കഴിയാത്ത ഒരു സർക്കാരാണ് നികുതിദായകന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കുറെ വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള സൗജന്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ നമുക്കറിയാം, ആശുപത്രികളുടെ അവസ്ഥ അറിയാം. പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നൽകാനായി സ്വരൂപിച്ച കാരുണ്യ പദ്ധതിയൊക്കെ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കഠിനമായ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു സഹായവും ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. ആശുപത്രികൾ ഓപ്പറേഷന് വിധേയമാകുന്നവർ സ്വന്തമായി ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ദുർഗതിയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രികളിൽ എത്തുന്നവർക്ക് വേണ്ട രീതിയിൽ കിടക്കകൾ കൊടുക്കാൻ പോലും കഴിയാത്ത ഈ സർക്കാരാണ് പാവപ്പെട്ട നികുതിദായകന്റെ പണം വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വോട്ട് കിട്ടുന്നതിന് വേണ്ടി 1600 രൂപ എന്നത് 2000-ആയി വർദ്ധിപ്പിക്കാൻ പോകുന്നത്. യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത നടപടികളുമായിട്ടാണ് ഈ സർക്കാരിന്റെ അവസാന കാലത്ത് മുന്നോട്ട് പോകുന്നത് എന്നത് പൊതുസമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. കാർഷിക മേഖലയിൽ തകർന്ന പരാജയമാണ്. നെല്ല് സംഭരിച്ചവർക്ക്, നെല്ല് കൊടുത്തവർക്ക് പണം കൊടുക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കർഷകരാകെ ബുദ്ധിമുട്ടിലാണ്. വീണ്ടും കൃഷി ഇറക്കാൻ അവർക്ക് കഴിയുന്നില്ല. കൊടുത്ത ഉൽപ്പന്നങ്ങൾക്ക് വില പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ആകെ കാർഷിക മേഖലയെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു.
വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന തരിപ്പണമായിരിക്കുന്നു. PM-ശ്രീ എന്ന ഒരു പദ്ധതിയുടെ പേരിൽ 1500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് യഥായോഗ്യം ആ പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോളേജ് അധ്യാപകർക്ക് UGC ശമ്പളം യഥായോഗ്യം കൊടുക്കാത്തതിന്റെ പേരിൽ, കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ 750 കോടി രൂപ കേന്ദ്ര സഹായം ഈ സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. വ്യാവസായിക രംഗമാകെ തകർന്ന തരിപ്പണമായിരിക്കുന്നു. നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ കോവിഡിന് ശേഷം തകർന്നതൊക്കെ യാതൊരു തരത്തിലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ പാവപ്പെട്ട ആളുകൾ, കർഷകർ, തൊഴിലാളികൾ ആകെ ബുദ്ധിമുട്ടുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്കനുസരിച്ച് തൊഴിലില്ലാത്ത യുവാക്കൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് തൊഴിലില്ല, ആത്മഹത്യകൾ പെരുകുന്നു. തൊഴിലില്ലാത്തതിന്റെ പേരിൽ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വികസനം മുരടിച്ചു നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് നികുതിദായകന്റെ അവശേഷിക്കുന്ന പണം കൂടെ എടുത്ത് വോട്ടിന് വേണ്ടി ഇതുപോലെയുള്ള സൗജന്യങ്ങൾ നൽകുന്നത് എന്നത് അത്യന്തം ക്രൂരമാണ്, രാഷ്ട്രീയ അധാർമികതയാണ്, നീതിബോധത്തിന് നിരക്കുന്നതല്ല എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് യഥാസമയത്ത് നടത്താൻ കഴിയാതെ പോകുന്നത്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഭൂമി കൊടുക്കാൻ കഴിയാതെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ റെയിൽവേ വികസനം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നേമം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാത്തതിന്റെ പേരിൽ, സ്ഥലമെടുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ അവിടുത്തെ വികസനം ആകെ മുരടിച്ചിരിക്കുകയാണ്. ധാരാളം ട്രെയിനുകൾ കേരളത്തിൽ ലഭിക്കേണ്ടത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ അസൗകര്യം മൂലം ലഭിക്കാതെ പോവുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ഒരു അധിക ട്രെയിൻ പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, നന്നാക്കാൻ സ്ഥലമില്ല, കഴുകി വൃത്തിയാക്കാൻ ട്രാക്കില്ല. ആ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് നേമത്തെ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി കേന്ദ്രം വിട്ടു, കേന്ദ്ര സഹായം ലഭിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായ ഭൂമി ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. റെയിൽവേ വികസനവും വഴിമുട്ടിക്കിടക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പണി ആരംഭിച്ചതായിട്ടുള്ള ദേശീയപാത ഇന്നും പണി പൂർത്തിയാക്കിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ പകുതി പോലും ചെലവഴിക്കാതെ അതാകെ തകർന്നിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം പോലും തകർന്ന അല്ലെങ്കിൽ പൂർണ്ണ പരാജയത്തിലാണ്. ചരിത്ര പ്രസിദ്ധമായ ആമയിഴഞ്ചാൻ തോട് പോലും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും പൂർണ്ണ പരാജയമെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാർ ഭരണം പൂർത്തിയാക്കാൻ ഇനിയും 6 മാസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഇതിനോടകം തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന, കാലിയായി കിടക്കുന്ന ഖജനാവിലെ അവസാനത്തെ ചില്ലി പൈസയും വാരിയെടുത്ത് യഥേഷ്ടം തങ്ങളുടെ ആളുകൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം ശോചനീയമാണ്. അത് കടുത്ത അപരാധമാണ്. ഇതുപോലെയുള്ള സൗജന്യങ്ങൾ കൊടുത്ത് വോട്ട് പിടിക്കുന്നത് ശരിയല്ല, നീതിപൂർവമല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും പരാമർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിയമം മൂലം അത് തടയാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കോടതിക്കും ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല. ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് സൗജന്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ വശീകരിച്ച് വോട്ട് നേടി അധികാരത്തിൽ വരുന്ന വില കുറഞ്ഞ തന്ത്രം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയിലെ മറ്റു കക്ഷികളും ഉപേക്ഷിക്കണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട്
ജനനന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് പുറപ്പെടേണ്ടത്. അല്ലാതെ പൊതുഖജനാവിലെ പണം വാരിക്കൊടി തോട്ടു വാങ്ങുന്ന അത്യന്തം ഹീനമായിട്ടുള്ള രാഷ്ട്രീയ കളിയും രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണം എന്നാണ് ഈ സമയം പൊതുസമൂഹത്തിന് ആവശ്യപ്പെടാനുള്ളത്.